മക്കളെ ഇതേടാ ബീച്ച് എന്നറിയോ? ഇത് ഉക്കേറിലാണുള്ളത്. ഉക്കേർ എന്ന് പറഞ്ഞാൽ ദമാമിന്ന് അസേന്നൊക്കെ വന്നാൽ ഒരു അസേന്ന് എനിക്ക് വന്ന് 80 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ദമാമിന്ന് ഏകദേശം 1 കിലോമീറ്റർ തന്നെ. ഉക്കേർ ബീച്ചിലാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഏരിയകൾ കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്യാമ്പ് ചെയ്യാനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നിങ്ങാണ്ടേ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. പിന്നെ അതുപോലെ വെള്ളത്തിലിറങ്ങൽ അതൊന്നും നടപടിയാവില്ല. വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോകാൻ പറ്റുന്നവർക്ക് ഓക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട് അപ്പുറത്ത്, അവിടെ കുളിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റുന്ന ഏരിയ ഉണ്ട്. ഓക്കെ, എന്നാൽ ഉക്കേറിൻ്റെ മെയിൻ ബീച്ച് ഒന്ന് കണ്ടാലോ? അവിടെ നിന്ന് പോവാ. ഇത് ഉക്കേർ ബീച്ച് മെയിൻ ബീച്ചാട്ടോ. ഉക്കേറിൻ്റെ മെയിൻ ബീച്ച് അടിപൊളി ബീച്ചാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബീച്ച്. അതേപോലെ UAE-ന്ന് ഖത്തർ ദൊക്ക ദമാമിലേക്ക് പോകുന്ന റൂട്ടിലാട്ടോ ഇതുള്ളത്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഉക്കേർ ബീച്ച് എവിടാന്ന്. ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ പോവാട്ടോ. അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡൊക്കെ കരുതി ഇങ്ങ് പോരുതന്നെ. ഓക്കെ, ഇവിടെ ഇരുന്ന് കഴിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഫുഡും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങ് പോരുക. പിന്നെ ഈ കൂടുകൾ കണ്ടില്ലേ, അതിങ്ങനെ ഞങ്ങൾ ഈ കാണില്ലേ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഞാൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇവിടെ നോക്കി എന്താ രസം എന്നറിയോ. ഇതാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ. ഇവിടെ നല്ലൊരു എന്തെങ്കിലും ഫർച്ചറ്റം കൊണ്ടുവന്ന് വിരിക്കുക, ഇവിടെ ഇരിക്കുക. ഓക്കെ, ഒരു ഫാമിലി ഒന്നായിട്ട് വരികയാണെങ്കിലും ഒരു ടീംസ് ഒന്നായിട്ട് വരികയാണെങ്കിലും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ നേരതാ നമ്മൾ ചിക്കനൊക്കെ ചുടാനുള്ള സാധനം ആട്ടത്. ഇവിടെ കമ്പനി ഓർഡറാണ്. आप इधर काम कर रहे हैं? अच्छा, शाम को बहुत आदमी है ना इधर? हाँ, जुमा दिन. अच्छा अच्छा. മക്കൾക്കുള്ള കുറേ കളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കളിക്കാനുള്ള നിരങ്ങാനുള്ള സാധനങ്ങളൊക്കെ. നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുപോവാം. ഓക്കെ, ബീച്ചിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കയറ്റുക. എന്താന്നുണ്ട് എന്താ പുറത്തു കൂടെ മണ്ണിൽ കൂടി എങ്ങനെ അവിടെ പോയാൽ മതി ബീച്ചിൻ്റെ അടുത്തേക്ക്. ബീച്ചിൻ്റെ അടുത്തേക്ക് പോകണ്ടാത്തവരാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം, ഔട്ട് സൈഡ് തന്നെ. അപ്പോൾ അതിലെങ്ങനെ ഓടി വന്ന് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വെള്ളത്തിലിറങ്ങുക. പക്ഷേ കുളിക്കാൻ വലിയൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് അങ്ങോട്ട് പോയാലേ ആയുള്ളൂ. വെള്ളത്തിലിങ്ങനെ ഇരിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു ഓക്കെ ആയുള്ള ബീച്ചാണ്. ആ സൈഡിൽ അപ്പുറത്തൊക്കെ അറാംകോ ബീച്ചാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ പബ്ലിക്കിന് അലോഡാണ്. മന്ദാരച്ച് എങ്ങനെയുണ്ട്? അപ്പോൾ ദമാമ് അസേലൊക്കെ ഉള്ളവരൊക്കെ ചാടി പോകുന്നോളി ഇങ്ങോട്ട്. ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്നോളി ഒരു പ്രാവശ്യം. ഇതാട്ടെ നമ്മളെ സ്ഥലം. എങ്ങനെയുണ്ടായി? ഇതെന്തോ ഒരു സെൽഫി പോയിന്റ് അങ്ങനെ എന്തോ ആണിത് സാധനം. കണ്ടില്ലേ, കുറച്ച് വെള്ളത്തിൻ്റെ നടുവിലേക്ക് എന്തോന്ന് കെട്ടിണ്ടാക്കിയതാണ്. അപ്പോൾ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യാം കേട്ടോ. റോഡ് ഇങ്ങനെ വരും. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുക. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാ അവിടെ പാർക്ക് ചെയ്താണ്. അപ്പോൾ കടലിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെള്ളത്തിലിറങ്ങി നമ്മൾ ഹാഫ് മൂൺ ബീച്ചില്ലേ, അതിൻ്റെ അത്രയ്ക്ക് വെള്ളമല്ല, എന്നാലും കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയാൽ വെള്ളമുണ്ട്.
പക്ഷെ ഇവിടെ ഇറങ്ങുന്നിടത്ത് അതിന് മാത്രം വെള്ളമല്ല കേട്ടോ, ചെറിയ കുറച്ചേ വെള്ളമുള്ളൂ. എന്നാലും വന്ന് ഇരുന്നിങ്ങാണ്ടേ വീക്കെൻഡുകളൊക്കെ എൻജോയ് ചെയ്യാം. ആ കടലിൽ ഇറങ്ങിയിട്ട് കുളിച്ച് നാശമാകുന്നവർക്ക് നാശമായി കുളിച്ച് നാശമാകുന്നവർക്ക് നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതാ കുളിക്കുക കേട്ടോ. നല്ല വെള്ളത്തിൽ കുളിക്കുക. ആ പൈപ്പിൻ്റെ ചോട്ടിൽ ഇതാ ഇങ്ങനെ തുറന്നാൽ ഇങ്ങനെ വെള്ളം വരും. വേഗം പൂട്ടാണ്, വെള്ളമാണ്, പായ ആക്കണ്ട. അപ്പോൾ ഓക്കെ, ഇവിടെ വന്നിട്ട് കുളിക്കുകയും ചെയ്യാം. ഇനി കുളിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നേരെ ഈൻ്റെ ചോട്ടിൽ വന്നിങ്ങാണ്ട് കയ്യും കാലും തന്നെ എന്ന് കേൾക്കുക. അപ്പോൾ എല്ലാവരും ചാടിപ്പോരി. ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഓക്കെ. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞ മാതിരി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.